ഹലോ, നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ആക്ച്വലി ഞാനിത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതാണ് ക്ലിപ്പിങ്സ് ഈ ഒരു റേഷ്യോയിൽ ഇരിക്കുന്നത് കേട്ടോ. എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ചധികം ലെങ്ത് ഉണ്ട്, അതായത് ഷോർട്സിനേക്കാളും ലെങ്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പം നോർമലായിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ, ഒരു വ്യാഴാഴ്ച ദിവസമാണ്. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങി നിൽക്കുന്നൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ജോലിക്കൊക്കെ പോകാനുള്ളത് കൊണ്ട് തന്നെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി തിരിച്ച് വേഗം തന്നെ ഇറങ്ങി തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ വന്നിട്ട് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് തന്നെ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ രാവിലത്തേക്ക് കാപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. വെജിറ്റബിൾ കറിയും അതുപോലെ തന്നെ ഇടിയപ്പവും ആയിരുന്നു. അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. കഴിക്കാതെയാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത്. അതിനുശേഷം വന്നിട്ട് പിന്നെ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് ജോലിക്ക് പോകാമല്ലോ, അങ്ങനെ ഓർത്തിട്ട്. അപ്പോൾ വന്നിട്ട് പിന്നെ കട്ടൻ ചായ മാത്രമാണ് കേട്ടോ ഇടേണ്ടി വന്നുള്ളൂ. ബാക്കി പണികളൊക്കെ വേറെ കിടക്കുന്നുണ്ട്. ഞാൻ കാപ്പിയുടെ കാര്യം മാത്രമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഇടിയപ്പവും കറിയും കഴിച്ചു. അതിനുശേഷം ഞാൻ തേച്ചിപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും റെഡി ആവുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്കത്തേക്ക് ചോറിന് ഞാൻ തോരനായിട്ട് മുരിങ്ങയിലയാണ് കേട്ടോ തോരനാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇലക്കറികളൊക്കെ തോരൻ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുരിങ്ങയിലയാണ് ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ എരിശ്ശേരിയാണ് കേട്ടോ, മത്തങ്ങയും വൻപയറും ചേർത്തിട്ടുള്ള എരിശ്ശേരി. അത് തലേദിവസം വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ബാക്കിയുള്ളതുകൊണ്ട് അത് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് എടുത്ത് അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ കുറച്ച് മോരുകറിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും തലേദിവസത്തെയാണ്. അപ്പോൾ ഇന്നും കൂടെ ഉച്ചയ്ക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് തീരും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ തോരൻ മാത്രമാണ് ഇന്ന് റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്ലിപ്പിങ്സ് അല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫിനിഷിംഗ് അല്ലാത്ത രീതിയിൽ കാണുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരുന്നു. പിന്നെ എനിക്ക് വേറൊരു വീഡിയോയും കൂടെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊരു നോർമൽ ലോങ് വീഡിയോ ആയിരുന്നു, ഒരു ഹെയർ കെയർ ആയിരുന്നു. അപ്പോൾ റോസ്മേരി വാട്ടറിൻ്റെ ആണ്. അത് ഞാനിപ്പം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തുനിന്ന് ആഡ് ചെയ്തതാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ റോസ്മേരി ലീവ്സിൻ്റെ വീഡിയോ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ഫോണിലാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിട്ട് കാണുന്നത്. ഈ ഫോണിൽ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നതും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരൊറ്റ ഫോണിലാണ് കേട്ടോ പരിപാടി മൊത്തം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ബാക്കി ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഫുള്ള് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് കിടന്നു. പിന്നെ വേറെയും പണികളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ അടിച്ചു വരാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ മുറ്റമടിക്കാനും പാത്രം കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഷോർട്സായിട്ട് ഇടാമെന്നുള്ളൊരു രീതിക്കാണ് ഞാൻ എടുത്തു പോയത്. അതുകൊണ്ട് ചില ക്ലിപ്പിങ്സാണ് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ വിളക്ക് കത്തിക്കാനൊക്കെയുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ മുറ്റമൊക്കെ അടിച്ചു വാരി ഇതേ ഇപ്പോൾ റൂമിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അതിനുശേഷം മേലൊക്കെ കഴുകി 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കും വിളക്ക് കത്തിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി വിളക്കൊക്കെ കത്തിച്ചു, രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചു, അങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. അത്രയേ ഉള്ളൂ.